വിശ്വാസം ശുദ്ധമല്ലാത്തൊരു ജനതയ്ക്ക് ഖുർആൻ വാഗ്ദാനം ചെയ്ത രക്ഷയുടെ ആ കവചം ഒരിക്കലും ലഭിക്കുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പഠിക്കണം നമ്മൾ. അദ്ദേഹം ആ നാട്ടിൽ താർത്താരികൾ വാളുമായി വന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്ന കാലത്ത് പിന്നെ യാ ഖൈഫീന മിനത് തതർ ഉദു ബിഖബരി അബൂ ഉമറിന്റെ ഖബറമ്പറത്ത് പോയി നിങ്ങൾ വേദനയുടെ കഥകൾ പറയൂ, പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ ജനതയെ അല്ല, നിങ്ങളുടെ റബ്ബ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ലാഹു പോരെ എന്ന ആ മഹത്തായ വചനത്തിന്റെ ആശയതലത്തിൽ നിന്നുകൊണ്ട് അവരെ നേരിട്ടു. അദ്ദേഹത്തിന്റെ കരുത്തു നോക്കൂ നിങ്ങൾ. ജയിലിലടക്കപ്പെട്ടപ്പോൾ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ, മനസ്സൊഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടം കിട്ടി എന്ന് പറഞ്ഞു. ആ ജയിലിലുള്ള മുഴുവൻ മനുഷ്യരും അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട് ആശയത്തിലേക്ക് വന്നപ്പോ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ ഇപ്പോൾ എനിക്ക് ഗവൺമെന്റ് ചെലവിൽ ടൂറ് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വെള്ളിയാഴ്ചയും അദ്ദേഹം കുളിച്ചൊരുങ്ങി വൃത്തിയായി ജയിലിന്റെ വാതിൽ വരെ വരും. എന്നിട്ട് പറയും, എനിക്ക് പോകണം, നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. ശരി, ഇതുവരെ വരൽ എന്റെ ബാധ്യതയാണ്, വിടൽ നിങ്ങളുടെ ബാധ്യതയുമാണ് എന്നാണ്. ഈ നിലപാടിലേക്ക് മുസ്ലിം സമുദായം എത്തണം. ഒറ്റ ശബ്ദത്തിൽ നിൽക്കേണ്ടിടത്ത് ഒറ്റ ശബ്ദത്തിൽ നിൽക്കാൻ കഴിയണം. വിയോജിപ്പുകളിലേക്ക് മാറ്റണം. വിയോജിപ്പുകൾ ശക്തമായി നിൽക്കെ തന്നെ വിഷയാധിഷ്ഠിതമാകണം വിയോജിപ്പുകൾ. എന്നിട്ട് മുസ്ലിം സമൂഹം ഒറ്റക്കല്ല, രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു ജനതയെ അപരവൽക്കരിച്ച് അരിക്കാക്കി അവരെ ഡിറ്റൻഷൻ സെന്ററുകളിലാക്കി അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കാരണം ഒരു നാട്ടിൽ കലാപത്തിന്റെ തീനാളങ്ങൾ പടർന്നാൽ അവിടെ പൂമ്പാറ്റകൾ പറക്കില്ല, അവിടെ പൂക്കൾ വിടരില്ല, അവിടെ സ്കൂളുകൾ തുറക്കില്ല, അവിടെ അങ്ങാടികളിൽ ആരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കില്ല, അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല. അവിടുത്തെ ആകാശത്ത് ശവങ്ങൾ തേടുന്ന കടികന്മാർ അവരിങ്ങനെ വട്ടമിട്ട് പറക്കും. പട്ടിക്കൂട്ടങ്ങൾ കലാപമുണ്ടാക്കും, കാക്കകൾ ഒച്ചവെക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു ജനതയെ മാത്രം അപരവൽക്കരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ചേർന്ന് നിന്നിട്ടുണ്ട്. അധികാരം കഴിഞ്ഞ 2014 മുതൽ ആരുടെ കയ്യിലാണെങ്കിലും ഉറപ്പിച്ചു പറയാം, വോട്ട് ചോരി കഥകളുടെ പശ്ചാത്തലത്തിൽ ഈ രാജ്യം ഒരിക്കൽ പോലും ഫാസിസത്തിന് അനുകൂലമായി ചിന്തിച്ചിട്ടില്ലെന്നും കൃത്രിമങ്ങളുടെ ഭരണമാണ് നിലനിൽക്കുന്നതെന്നും ബോധ്യമുണ്ടെങ്കിൽ വലിയ ടൈറ്റിലുകളും വലിയ ചിത്രങ്ങളും ഒരുക്കി കാത്തു നിൽക്കുന്നവർക്ക് ഒരിക്കലും മരുന്ന് കൊടുക്കാതിരിക്കുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം.